കഴിഞ്ഞ ദിവസം തിരുവമ്പാടി MLA ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അതായത് തുരങ്കപാത യാഥാർത്ഥ്യമായതല്ല, പ്രവർത്തനം തുടങ്ങിയെന്ന്. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കിയാലോ? തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് പറഞ്ഞതുപോലെ തുരങ്കപാത പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോവുകയല്ല, അത് യഥാർത്ഥത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. മലയോരത്തിന്റെയും കേരള സർക്കാരിന്റെയും സ്വപ്ന പദ്ധതി. നമ്മളിപ്പോൾ പോകുന്നത് പദ്ധതി വരുന്ന ആനക്കാമ്പൊയിൽ മേപ്പാടി തുരങ്കപാത പ്രദേശത്തേക്കാണ്. വികസനത്തിന്റെ നാൾവഴിയിലേക്ക് കടക്കുന്ന ഈ പ്രദേശം നോക്കിക്കേ, കുന്നിൻ ചെരുവും പച്ചപ്പുമായി ഒരു പ്രത്യേക ഭംഗിയില്ലേ? ഭാവിയിൽ വിനോദസഞ്ചാരത്തിന് സാധ്യതകൾ ഏറെയാണ്. പോകും വഴി നല്ല അടിപൊളി വെള്ളച്ചാട്ടം കാണാം. നല്ല നാടൻ ഫീൽ കിട്ടുന്ന ഒരുപാട് സ്പേസും ഇവിടെയുണ്ട്. ഒപ്പം ഇവിടുത്തെ ക്ലൈമറ്റ് എടുത്തു പറയണം. ഇടയ്ക്കൽപ്പം കോടയും തണുപ്പുമെല്ലാം ഉണ്ട്. യാത്രക്കിടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. പോകുന്ന വഴിയും അത്ര അടിപൊളിയാണ്. നമ്മൾ ഈ പോകുന്ന പ്രദേശത്ത് ഇനി വരും കാലത്ത് വിനോദസഞ്ചാരത്തിന് ഏറെ പ്രാധാന്യമുണ്ട് കേട്ടോ. ഈ ഒരു തുരങ്കപാത വരുന്നതിലൂടെ നമുക്ക് താമരശ്ശേരി ചുരത്തിനേക്കാൾ പകുതി സമയത്തിൽ വയനാട് എത്താൻ സാധിക്കും. പറഞ്ഞു വന്നത്, MLA അങ്ങനെ വെറും വാക്ക് പറയാറില്ല. നാളേക്കൊരു മുതൽക്കൂട്ട് തന്നെയാകും ഈ ഒരു തുരങ്കപാത.